വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കേരള കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തെരുവിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും പടർന്നു. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പരസ്യമായതോടെ കടുത്ത അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് KPCC നേതൃത്വം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന AI ഗ്രൂപ്പ് സമവാക്യങ്ങളെ അപ്രസക്തമാക്കുകയും പകരം വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ത്രികോണ മത്സരത്തിന് വഴിമാറുകയും ചെയ്തിരിക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ഈ പുതിയ അധികാര വടംവലി നടക്കുന്നത്. ദേശീയ തലത്തിലുള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണുഗോപാൽ ശ്രമിക്കുന്നുവെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശനാണ് അടുത്ത ഊഴത്തിന് അർഹനെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നു. എന്നാൽ തന്റെ സീനിയോറിറ്റിയും ഭരണപരിചയവും മുൻനിർത്തി തന്നെ തടയാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ചെന്നിത്തല വിഭാഗം. ഈ വിഭാഗീയത ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയ ഗുണ്ടായിസം എന്ന നിലയിലേക്ക് വഷളായിരിക്കുകയാണ്. നേതാക്കളെ പുകഴ്ത്തുന്നതിനേക്കാൾ ഉപരിയായി സഹപ്രവർത്തകരെ വ്യക്തിഹത്യ ചെയ്യാനാണ് സൈബർ ഗ്രൂപ്പുകൾ മുൻഗണന നൽകുന്നത്. എതിർ ഗ്രൂപ്പിലെ നേതാക്കളുടെ പ്രസംഗങ്ങൾ വളച്ചൊടിച്ചും പരിഹാസ്യമായ ട്രോളുകൾ നിർമ്മിച്ചും പൊതുമധ്യത്തിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നു. ഇദ്ദേഹം വന്നാൽ പാർട്ടി തോൽക്കും എന്ന തരത്തിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകളും വാർത്താ ചാനലുകളുടെ കമന്റ് ബോക്സുകളിൽ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് നടത്തുന്ന ആസൂത്രിതമായ അധിക്ഷേപങ്ങളും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കുന്നു. 90 വ്യാജ ഐഡികൾ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ സഹായിക്കുന്ന രീതിയിലേക്ക് മാറിയതാണ് നേതൃത്വത്തെ ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിലെ ആഭ്യന്തര കലഹം നിയന്ത്രണാതീതമായ സാഹചര്യത്തിൽ KPCC നേതൃത്വം സ്വീകരിക്കുന്ന കടുത്ത നിലപാട് പാർട്ടിയുടെ അച്ചടക്കം വീണ്ടെടുക്കാനുള്ള നിർണായക നീക്കമായി വിലയിരുത്തപ്പെടുന്നു. നിലവിലെ ചേരിപ്പോര് കേവലം പാർട്ടി വിരുദ്ധം മാത്രമല്ല, മറിച്ച് തങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് മുതിർന്ന നേതാക്കളുടെ പൊതുവായ വികാരം. ഈ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പുറപ്പെടുവിച്ച കർശന നിർദ്ദേശങ്ങൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ യാതൊരു വിധത്തിലുള്ള പരസ്യ പ്രസ്താവനകളും ചർച്ചകളും പാടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. AICCയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെയും നിർദ്ദേശപ്രകാരവുമാണ് ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പാർട്ടിക്കുള്ളിലെ വ്യക്തി കേന്ദ്രീകൃതമായ ഈ വടംവലി കോൺഗ്രസിന് മാത്രമല്ല, മൊത്തം UDF മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ തങ്ങളുടെ കടുത്ത അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമേ ഇത്തരം അനാവശ്യ ചർച്ചകൾ ഉപകരിക്കൂ എന്ന നിലപാടിലാണ് ഘടകകക്ഷികൾ. 90 വ്യാജ ഐഡികൾ ഉപയോഗിച്ചുള്ള സൈബർ ആക്രമണങ്ങൾ വരെ ഈ പോരിന്റെ ഭാഗമായി നടന്നുവെന്ന് KPCC കണ്ടെത്തിയതോടെ സംഘടനാ സംവിധാനത്തെ തകർക്കുന്ന ഇത്തരം പ്രവണതകളെ മുളയിലെ നുള്ളാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സോഷ്യൽ മീഡിയ ഏകോപനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ IT സെല്ലിലും തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. സൈബർ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹൈബി ഈഡനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. ഏകോപനത്തിൽ പാളിച്ചകൾ സംഭവിച്ചതായും സൈബർ ആക്രമണങ്ങളെ തടയുന്നതിൽ പരാജയപ്പെട്ടതായും ഒരു വിഭാഗം ആരോപിക്കുന്നു. ഇതേ തുടർന്ന് ഹൈബി ഈഡൻ ചുമതല ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം സൈബർ പോര് പാർട്ടിയുടെ വിജയ സാധ്യതകളെ സാരമായി ബാധിച്ചേക്കാം. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു മുന്നണിക്ക് സ്വന്തം അണികൾക്കിടയിലെ ഈ ചേരിപ്പോര് പൊതുജന മധ്യത്തിൽ വലിയ അവമതിപ്പാണ് ഉണ്ടാക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ച ഗാഗ് ഓർഡർ അഥവാ വിലക്ക് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. നേതാക്കൾ സ്വയം നിയന്ത്രിച്ചും അണികളെ നിലക്കി നിർത്തിയും മുന്നോട്ടു പോയില്ലെങ്കിൽ ഈ സൈബർ യുദ്ധം തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേതൃത്വം കണ്ടെത്തിയ 90 വ്യാജ ഐഡികൾക്ക് പിന്നിലുള്ള യഥാർത്ഥ ബുദ്ധി കേന്ദ്രങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നത് പാർട്ടിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിൽ നിർണായകമാണ്. ഗ്രൂപ്പുകൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും അപ്പുറം പാർട്ടിയുടെ നിലനിൽപ്പിനാണ് മുൻഗണന നൽകേണ്ടതെന്ന മുതിർന്ന നേതാക്കളുടെ ഉപദേശം അണികൾ കൈക്കൊള്ളുമോ അതോ ഈ മുഖംമൂടി ആക്രമണം തുടരുമോ എന്നതാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.